എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഗുഡ് മോർണിംഗ്. 20-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. ഞങ്ങൾ അങ്ങയുടെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തും. ദൈവമേ, ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തും. ഞാൻ 2-3 തർജ്ജിമകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജയമേതാ? കൊലോസി ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. സ്തോത്രം, 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 സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. അപ്പൊ ജയം, യേശുക്രിസ്തു ജയം പ്രാപിക്കുന്നു ക്രൂശിൽ. ഞങ്ങൾ അങ്ങയുടെ ജയത്തിൽ ഘോഷിക്കും. സ്തോത്രം. ദൈവജനം ഘോഷിക്കേണ്ടവരാണ്, ആരാധിക്കേണ്ടവരാണ്, ആർപ്പിടേണ്ടവരാണ്, ആഘോഷിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ ജയത്തിൽ. കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. നമ്മുടെ കർത്താവ് ജയാളിയാണ്. ആ ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ആനന്ദിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തും. ഓ ഹല്ലേലൂയ! സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തും. ഞങ്ങൾ ഇതിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. സ്തോത്രം. ജയം അത് ദൈവജനത്തിൻ്റെ അവകാശമാണ്. ഇന്ന് ജീവിക്കുന്നവർക്ക് ഈ തിരുവെഴുത്ത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അന്നത് ദാവീദിനോട് ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിൽ ഇന്നത് നമ്മളോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. നമ്മുടെ ദാവീദ് പുത്രൻ ജയിച്ചിരിക്കുന്നു. പാപത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, മരണത്തെ ജയിച്ചു, കല്ലറിയെ ജയിച്ചു, പീലാത്തോസിന്റെ നിയമങ്ങളെ ജയിച്ചു. ഹല്ലേലൂയ! അത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ ഘോഷിക്കുന്നവരാണ് ആരാധിക്കുന്നവർ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടിയുയർത്തും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു തോറ്റവനാണോ? എങ്കിൽ നമ്മൾ തോറ്റു. യേശുക്രിസ്തു ജയിച്ചവനാണോ? എങ്കിൽ നമ്മൾ ജയിച്ചു. നമ്മുടെ ജയം എന്താ? ഇലക്ഷനിലെ ജയമല്ല. നമ്മുടെ ജയം സുവിശേഷം നിമിത്തമുള്ള ജയമാണ്. ഓ ജീസസ്! ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടിയുയർത്തും.
അങ്ങനെ നമുക്ക് പറയാം, കർത്താവിൻ്റെ ജയത്തെ ലോകമെമ്പാടും എത്തിക്കാം. ഇന്നത്തെ ഈ പ്രഭാത സന്ദേശം ചെറുതാണെങ്കിലും ഇതൊരു സുവിശേഷ സന്ദേശമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.